തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് KPM സലീം. ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ള 15 അംഗങ്ങളെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകാൻ KPM സലീമിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞെന്നതും ശ്രദ്ധേയമാണ്. പ്രതീക്ഷിക്കാതെ ലഭിച്ചതായിരുന്നു KPM സലീമിന് സ്ഥാനാർത്ഥിത്വം. 11ാം വാർഡ് ചാമപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി കന്നിയംഗത്തിലൂടെ വിജയം. കാലം കരുതി വെച്ചത് കേവലം വിജയം മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനെന്ന പദവി കൂടിയായിരുന്നു. തുടർന്നിങ്ങോട്ടുള്ള നേതൃത്വത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 15 അംഗങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്താൻ KPM സലീമിനായി. പറയത്തക്ക വിധത്തിൽ ഒരു സമരമുഖങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശം വേദിയാകാൻ അവസരം ഒരുക്കിയിട്ടില്ലെന്ന് KPM സലീം പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതോടൊപ്പം എൻ്റെ സഹപ്രവർത്തക ഭരണസമിതി അംഗങ്ങളെ കൂടി തീർച്ചയായിട്ടും അത് വികസന പ്രവർത്തനങ്ങളാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ആ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകുകയും ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഭരണസമിതി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ 5 വർഷക്കാലത്തിനിടയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെങ്കിലും ആ പഞ്ചായത്തിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങളോ അതുപോലെ തന്നെ സമരങ്ങളോ മറ്റൊക്കെ നടക്കാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തച്ചനാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഒരു ടേമിനകത്ത് അങ്ങനെയുള്ള വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ഒരു സമരം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി എല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ആർജിച്ചെടുക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭിന്നശേഷിക്കാരനായ അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്ക് രൂപം നൽകി. ഓരോ ഭിന്നശേഷിക്കാരുടെയും ഒപ്പം തണലായി കൂടെ നിന്നു. വ്യത്യസ്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ഉപകരണങ്ങൾ നൽകാനായി വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള സഹായ ഉപകരണങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും KPM സലീമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് നൽകാനായി. ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്തിന് ശേഷം ഇവർക്ക് നൽകിയ ഉറപ്പിന്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു അത്. തച്ചനാട് ഗ്രാമപഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നുള്ള ആ വലിയ ഒരു പദ്ധതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ മേഖലയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം 4 വർഷങ്ങളിലായി 4 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഈ പഞ്ചായത്തിലെ മുഴുവൻ അർഹരായ ഭിന്നശേഷി സഹോദരങ്ങൾക്കും സപ്പോർട്ടിംഗ് ഉപകരണങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ ഉപകരണങ്ങൾ മുഴുവനായി ആ മെഡിക്കൽ ക്യാമ്പുകളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രോഗികൾക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അത് ലഭ്യമാക്കാൻ ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം 18 ലക്ഷത്തോളം രൂപ ആ ഒരു മേഖലയിൽ മാത്രം ചെലവഴിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും അത് ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു 5 വർഷക്കാലവും അവരുടെ ഭിന്നശേഷിക്കാർ മാത്രമല്ല, വയോജനങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും അവസാനമായ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാൻ, അവരുടെ മനസ്സിന് ഒരു നിമിഷമെങ്കിലും സന്തോഷം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ഭരണസമിതി സംബന്ധിച്ചിടത്തോളവും വല്ലാത്ത ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ ആരംഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള തുക ഈ വാർഷിക പദ്ധതിയിൽ നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും ക്ലാസ് തുടങ്ങാൻ കഴിയാത്തതാണ് നടപ്പാകാതെ പോയ ആഗ്രഹങ്ങളിൽ പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു. ചെയ്യാൻ കഴിയാതെ പോയ ഒന്ന് എന്ന് പറയുന്നത് നിലവിലെ വാർഷിക പദ്ധതിയിൽ അതിന് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു ബഡ്സ് സ്കൂൾ ആരംഭിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ടെക്നിക്കലായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ പദ്ധതി രൂപീകരണവും ഫണ്ട് മാറ്റിവെക്കലും ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ സ്റ്റാഫിന് ഉൾപ്പെടെയുള്ള ഇൻ്റർവ്യൂ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ക്ലാസ് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിട്ട് പറയാൻ വേണ്ടി കഴിയും. വാർഡ് വിഭജനത്തിൽ അധികമായി ലഭിച്ച 2 വാർഡുകൾ കൂടി UDFന് നൽകിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. തുടർന്നിനി തൻ്റെ വിദ്യാർത്ഥികളോടൊപ്പം സലീം മാഷ് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.